ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. ജീവിതത്തിൽ ഇപ്പോൾ സാർവത്രികമായിട്ട് എല്ലാവരും ക്ലാസ്സുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന സംഗതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളവരായിരിക്കുക എന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും നമ്മൾ വലിയ അളവിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാൻ അത് വലിയ കാരണവുമാണ്. ഖുർആൻ ഇങ്ങനെ പറയുന്നു, ല ഇൻ ഷക്കർത്തും ല അസീദന്നക്കും. നിങ്ങൾ ശുക്ർ ചെയ്യുന്ന പക്ഷം, ശുക്ർ എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്, അത് നന്ദിയാണ്. അങ്ങനെ ശുക്ർ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ല അസീദന്നക്കും, നിങ്ങൾക്ക് കൂടുതലായ നിഅമത്തുകൾ ഞാൻ തരുന്നതാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മളിലേക്ക് വരുന്ന വളരെ ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും അതിന് വലിയ അളവിൽ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എന്നു മാത്രമല്ല, ദിനേന എന്നോണം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഓരോ നന്മകൾക്കും നമ്മൾ വലിയ അളവിൽ നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ കളറ് തന്നെ മാറുകയും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ്. മോഡേണായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള എല്ലാ മാസ്റ്റർ പീസുകളിലും ഇത് വളരെ ഊന്നിപ്പറഞ്ഞതായിട്ട് കാണാം. പക്ഷേ സംഗതി എന്ത് എന്ന് വെച്ചാൽ, മോഡേൺ ചിന്തകളിൽ വരുന്നത് താങ്ക്സ് യൂണിവേഴ്സ് അങ്ങനെ പറയാനാണ്. അവരുടെ രീതി അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലോകമാണ്. ഇപ്പോൾ നന്ദി ലോകമേ എന്നാണ് അവർ പറയുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. സൃഷ്ടാവിനാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഇപ്പോൾ നല്ല ഒരു മഴ കിട്ടി, ശാന്തമായി, സുന്ദരമായി, തണുപ്പായി, നല്ല സന്തോഷമായി, നമ്മൾ തീർച്ചയായിട്ടും മഴ നമുക്ക് തന്ന സൃഷ്ടാവിനാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്, അല്ലാതെ പ്രപഞ്ചത്തിനല്ല. ഈ രീതിയിൽ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന, ദുനിയാവിലും നന്മ ആഖിറത്തിലും നന്മ എന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾക്ക് ഒരു നന്മ കിട്ടുമ്പോൾ അതിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നന്മകൾ നമ്മളിലേക്ക് വരണം. അത് ദുനിയാവ്. അതേ അവസരത്തിൽ ആഖിറത്തിലും നമ്മൾക്ക് കൂലി ഉണ്ടാകണം. അപ്പോൾ ആഖിറത്തിലെ കൂലിക്ക് വേണ്ടിയുള്ള ഒരു വഴിയും നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഒരേ സമയം കൂടുതൽ നന്മകൾ നമ്മളിലേക്ക് അത് വരാനും കാരണമാണ്. അതേ അവസരത്തിൽ തന്നെ ആഖിറത്തിൽ നമ്മൾക്ക് കൂലി കിട്ടാനും അത് കാരണമാണ്. ഖൈറുദ്ദുആഇ അൽഹംദുലില്ലാ, അഫ്ളലുദ്ദുആഇ അൽഹംദുലില്ലാ എന്നൊക്കെ ഹദീസിൽ കാണാം. ദുആയിൽ വളരെ മികച്ചത് അൽഹംദുലില്ലാ എന്ന് പറയലാണ് എന്ന്. അപ്പം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നല്ല ദുആ ആണ്. ദുആ ഇബാദത്താണ്, അത് ആരാധനയാണ്. അപ്പോൾ അത് കൂലി കിട്ടും, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറഞ്ഞതുപോലെ നമ്മളിലേക്ക് കൂടുതലായ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അനുഗ്രഹീതമായ അന്തരീക്ഷങ്ങളും വരാനൊരു കാരണം അങ്ങനെ ഒരു ഗുണമുണ്ടതിന്. അതിന് പുറമേ ആത്യന്തികമായി പാരത്രിക ലോകത്തേക്ക് വലിയ ഒരു കരുതലുമാണ്. അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകപ്പെടുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കണം. അള്ളാഹു താല നമുക്കെല്ലാ നന്മകളും സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.